നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ കേട്ടറ്റിന്റെ പരീക്ഷാ ഭവന്റെ പുതിയൊരു അപ്ഡേറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ ആദ്യത്തെ നിങ്ങൾക്കറിയാം, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് പറയുവാണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് വന്നാൽ ഇവിടെ കേട്ടറ്റ് നവംബർ 2024 രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കണം ഇത്രയും എല്ലാവരും ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന്റെ തൊട്ട് താഴെ ഇത് ഇന്ന് രാവിലെ മുതൽ കാണുന്ന ഒരു കാര്യമാണ്. പ്രൊവിഷൻ ഫോർ കറക്റ്റിംഗ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ വിൽ ബി അവൈലബിൾ ആഫ്റ്റർ 20th നവംബർ. അതായത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ 20ാം തീയതിക്ക് ശേഷം, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റിന് ശേഷം ഇവിടെ ഓപ്പൺ ആയി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലുള്ള ചെറിയ തിരുത്തലുകളൊക്കെ വരുത്തേണ്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിന് നിങ്ങളെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഒക്കെ മാറിപ്പോയവരുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നമുക്കത് മാറ്റാനുള്ള അവസരമുണ്ട്. ലാംഗ്വേജ് മാറിയവർക്കുള്ള മാറ്റാനുള്ള അവസരം കിട്ടും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എക്സാം സെന്റർ നിങ്ങൾ സെലക്ട് ചെയ്തതിൽ ഏത് ഡിഒയുടെ പരിധിയിലാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ആ സമയത്ത് അത് ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അത് നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട. പിന്നെ മറ്റു രണ്ട് അപ്ഡേറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്ന് നോക്കിയേ, ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ID എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ പേയ്മെന്റ് സ്റ്റാറ്റസ് ചെക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. ചില ആളുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടാവാം. നിങ്ങളുടെ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങളെല്ലാം സബ്മിറ്റ് ആയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫൈനൽ പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ID ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇനിയിപ്പോൾ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നാലോ അല്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം, ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ID നിർബന്ധമായിട്ട് ഉണ്ടാവണം. അപ്പോൾ അത് കിട്ടാത്തവരോ അല്ലെങ്കിൽ അത് കിട്ടിയവർ തന്നെ അത് മറന്നുപോയവരോ, അതായത് പ്രിന്റ് ഔട്ട് ഒന്നും എടുത്ത് കയ്യിൽ വെക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പഠിക്കണ്ട. നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ ഈ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ വരിക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ കൊടുത്ത ഡീറ്റെയിൽസ്, ചോദിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ ആപ്ലിക്കേഷൻ ID ഒക്കെ നിങ്ങൾക്ക് മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ഏത് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളതെന്നാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത്, ജില്ല അല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തുള്ള നിങ്ങൾ ആ വിദ്യാഭ്യാസ ജില്ലയാണ് ചോദിക്കുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ജില്ലയിൽ തന്നെ ഒന്നിലധികം വിദ്യാഭ്യാസ ജില്ലകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് ഏതാണ്, നിങ്ങൾ എന്താണോ കൊടുത്തത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതും ആവട്ടെ, സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പേര് എന്ന് വെച്ചാൽ പേരിന്റെ മിനിമം 3 letters മതി. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പേര് ബ്രൂണർ ആണെങ്കിൽ BRU മിനിമം അത് മതി. ഓക്കെ, കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യണമെന്നില്ല, മിനിമം ഒരു 3 letter മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പേരിന്റെ പ്ലേസിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഇയർ, ഡേറ്റ് ആണ് കേട്ടോ, ഡേറ്റ്, മന്ത്, ഇയർ, ഈ ഒരു ഫോർമാറ്റ് തന്നെ കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്തിന്റെ ആ തീയതി കൃത്യമായിട്ട് കൊടുക്കുക. DD_MM_YYY. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് തന്നെ നിങ്ങൾ കൊടുക്കുക. ദെൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ അത് തന്നെ കൊടുക്കണം. ആ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ID ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട. അത്രയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആപ്ലിക്കേഷൻ നമ്പർ ID പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അടുത്ത ഒരു പുതിയ ഒരു ഓപ്ഷനാണ്. ഇത് കഴിഞ്ഞ വർഷങ്ങളൊന്നും ഉണ്ടാവാറില്ല, പക്ഷേ ഇത്തവണ ഒരുപാട് ആളുകൾക്ക് ഈ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് പേയ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അതായത് പിന്നെ പൈസ പോയിട്ടുണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, വീണ്ടും പേയ്മെന്റ് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ അത് പേയ്മെന്റ് ഇങ്ങനെ ആയി അവസാനമാകുമ്പോഴേക്കും അത് ഫെയിൽഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഒരു ഓപ്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളിപ്പം ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടാവും ചില ആളുകൾക്ക്. അങ്ങനെ പോയാൽ അത് പരീക്ഷാ ഭവനിലേക്ക് ആ എമൗണ്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാം. അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. എന്നിട്ടോ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ നിങ്ങൾ പൈസ പോയി എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം എമൗണ്ട് ആ പരീക്ഷാ ഭവന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ പൈസ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരും, റീഫണ്ട് ചെയ്ത് തരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ ആ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷനിൽ പോവുക. അങ്ങനെ പോകുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയേ, അൺസക്സസ്ഫുൾ പെയ്ഡ് ട്രാൻസാക്ഷൻസ്, പ്ലീസ് ചെക്ക് യുവർ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. ട്രാക്ക് ബൈ എൻറ്ററിങ് യുവർ മെർച്ചന്റ് റെഫറൻസ് നമ്പർ, ട്രാൻസാക്ഷൻ ഡേറ്റ് ആൻഡ് പേയ്മെന്റ് മോഡ്. ഇഫ് ദ ട്രാൻസാക്ഷൻ is successful, kindly contact SCRT Kerala for refund എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത സമയത്തുള്ള നിങ്ങളുടെ പേയ്മെന്റ് പോയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ അപ്ലിക്കേഷൻ ഒന്നും ആയിട്ടുണ്ടാവില്ല, പക്ഷേ പൈസ സക്സസ്ഫുൾ ആയിട്ട് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ആ പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ചെക്ക് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ്, ഈ വെബ്സൈറ്റ് തന്നെയാണ് ഉള്ളത്, അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ SBIയുടെ ഈ പേയ്മെന്റ് സിസ്റ്റം വഴിയാണ് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നത് അതിലേക്ക്, അതായത് പരീക്ഷാ ഭവൻ ഈ ഒരു വഴിയാണ് എന്ത് ചെയ്യുന്നത്, എമൗണ്ട് സ്വീകരിക്കുന്നത്. സോ നിങ്ങൾ അതിന്റെ ട്രാൻസാക്ഷൻ ട്രാക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ
ഒന്ന് നിങ്ങളെ മെർച്ചന്റ് റെഫറൻസ് നമ്പർ ആണ്. അത് നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ പേയ്മെന്റ് കൊടുത്തവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ അതിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. എന്തായാലും പേയ്മെന്റ് പോയി എന്ന് വെച്ചാൽ അവിടെ ഒരു റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ആ റെഫറൻസ് നമ്പർ നിങ്ങൾ ഫോണിൽ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൽ പോയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം ട്രാൻസാക്ഷൻ ഡേറ്റ് ആണ്. നിങ്ങൾ ഏത് ദിവസമാണ് ട്രാൻസാക്ഷൻ നടത്തിയത് ആ ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. ഇന്നലെ കൊടുത്തവരാണെങ്കിൽ ഇന്നലത്തെ ഡേറ്റ് കൊടുക്കുക. ഇനി മറ്റേത് ദിവസമാണ് നിങ്ങൾ ആ ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രാൻസാക്ഷൻ ഡേറ്റ് എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങൾ കൊടുക്കുക. പിന്നെ പേയ്മെന്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. പേയ്മെന്റ് മോഡ് എന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ചെയ്തവരായിരിക്കാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ച് ചെയ്തവരായിരിക്കാം, നെറ്റ് ബാങ്കിങ് ആവാം, അല്ലെങ്കിൽ മൊബൈൽ പേയ്മെന്റ്, അല്ലെങ്കിൽ ഭീം UPI ആപ്പ് ഉണ്ടല്ലോ, UPI വഴിയാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ തന്നെയുള്ള ഈ പറഞ്ഞ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള, പേടിഎം ഒക്കെ പോലുള്ള വഴിയായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓക്കെ, ഇവിടെ പല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ബ്രാഞ്ച് പോയിട്ട് നേരിട്ട് ചെല്ലാൻ വഴി അയച്ചാണ്, എന്തോ ആവട്ടെ, നിങ്ങൾ അത് ഏതാണോ നിങ്ങളുടെ മോഡ് ഓഫ് പേയ്മെന്റ് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ, ബാങ്ക്, അല്ലെങ്കിൽ ഗേറ്റ് വേ, ഓക്കെ, അത് നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നിങ്ങൾ ഏതാണോ ബാങ്ക് അത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. ആ ഒരു ഗേറ്റ് വേ ആണ്, ഗേറ്റ് വേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി തന്നെയാണ് എല്ലാവരും എമൗണ്ടും പോകുന്നത്. സോ അത് നിങ്ങൾക്ക് ഇത് കോമൺ ആയിട്ട് തന്നെയാണ് വരിക. ദെൻ ഇവിടെയുള്ള ക്യാപ്ഷൻ കൂടി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ, സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾ എന്തായിരിക്കും, ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് കാണിക്കും. സക്സസ്ഫുൾ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒന്നും പോയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് വന്നിട്ടുണ്ടാവും. സക്സസ്ഫുൾ എന്ന് കാണിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പരീക്ഷ ഭവന്റെ ഈ പറഞ്ഞ SCRT അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നോർമലി കാൻഡിഡേറ്റ് ലോഗിൽ പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ വീണ്ടും പേയ്മെന്റ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഈ പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SCRTയിലേക്ക് കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് ചെയ്ത് തരും. ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് റീഫണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മെർച്ചന്റ്, ചിലപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് ഞാൻ കാണുന്നത്, ചില കൂടുതൽ ആളുകളും ചിലപ്പോൾ നിങ്ങൾ ഈ അക്ഷയ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പ്യൂട്ടർ സെന്റർ ഒക്കെ വഴി ചെയ്യാൻ പോയിട്ട് അവരുടെ അക്കൗണ്ട് വഴിയായിരിക്കും നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ, അവരുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി, അപ്പം പക്ഷെ നിങ്ങളെ പിന്നെ ആപ്ലിക്കേഷൻ ഒന്നും കംപ്ലീറ്റ് ആയിട്ടുമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ പോവുക, അവരുടെ ഈ മെർച്ചന്റ് റെഫറൻസ് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുക. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ആ പൈസ പരീക്ഷാവൻ എന്ത് ചെയ്ത് കൊടുക്കും, റീഫണ്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എമൗണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പ്രശ്നമുണ്ട്. കാരണം കൂടുതൽ ആളുകളും ഞാൻ കണ്ടതിൽ ഈ സ്വന്തം റിസ്ക് എടുക്കാൻ കഴിയില്ല വെച്ച് സ്വന്തം അക്കൗണ്ട് വഴി പേയ്മെന്റ് ചെയ്യില്ല. അപ്പോൾ മറ്റുള്ള ഒരാളുടെ അക്കൗണ്ട് വഴി പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെന്റോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ഏതും ആവട്ടെ, സ്വന്തം അക്കൗണ്ട് വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലിയർ? ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്, നമ്മൾ ഇത് എങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരിക്കൽ ചെയ്തു നമ്മൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ആപ്ലിക്കേഷൻ നമ്പർ ID ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക്, നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ IDയും കൊടുത്ത് സൈൻ ഇൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് നിങ്ങളെ, അതായത് ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഫീസ് പേയ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് തന്നെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, നേരെ വന്നിട്ട് അപ്പോൾ ആരോ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നേരെ നമ്മുടെ ഹോം പേജ് ഈ ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷനിൽ തന്നെ വരിക, അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ കാണുന്ന ന്യൂ രജിസ്ട്രേഷന്റെ തൊട്ട് താഴെയായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ട്, അതിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ID കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ആളുകളാണെങ്കിൽ ബാക്കി പേയ്മെന്റ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതല്ല ഒന്ന് ചെക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത്രയാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ പേയ്മെന്റ് സ്റ്റാറ്റസിന് ഞാൻ പറഞ്ഞു സക്സസ്ഫുൾ ആയിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്, ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ മെയിൽ ചെയ്തിട്ട് വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നിങ്ങൾ അവിടെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം.